ഉത്തരവാദിത്തമില്ലാത്ത കുറേ കച്ചറകൾ. രണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണ പോലെ ഇരുത്തിയിട്ട് പോയിക്കാന്ന ആളുകൾ. നീ ഒന്ന് അടങ്ങ് പങ്കു, നമുക്ക് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം. എലിസബത്തെ, എനിക്ക് ക്ഷമ കൂടുതലാണ്. അതുകൊണ്ടാ ഈ 22-ാം വയസ്സിൽ മഞ്ഞപ്പെട്ടിയിൽ പടായി കിടക്കുന്നത്. അല്ല എലിസബത്തെ, നിന്റെ ഒപ്പീസൊക്കെ നിന്റെ വീട്ടുകാർ മര്യാദയ്ക്ക് ചൊല്ലുന്നുണ്ടോ? എവിടെ, ഇനി മരിക്കുന്നതിന് മുന്നേ ഓഫീസിനുള്ളതും കുർബാനയ്ക്കുള്ള കാശൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം ചാവാൻ. അതൊരു നല്ലൊരു തീരുമാനമായി. നിന്റെ കല്ലറയുടെ സൈഡിൽ മൊത്തം പുല്ലാണല്ലോ പങ്കജാക്ഷ. ഈ പങ്കജാക്ഷരമുള്ള പേരും വെച്ചിട്ട് എനിക്കൊരു കല്ലറ തന്നെ വലിയ കാര്യം. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ ഇമാര് ഇതൊക്കെ കൂടി തെമ്മാടിക്കൂടിൽ അടക്കും തന്നെ. ഞാനേ കുറെ കാലമായിട്ട് നിന്നോട് ചോദിക്കുന്നത് വെച്ചതാ, ആരെങ്കിലും പങ്കജാക്ഷ എന്നൊരു സത്യക്രിസ്ത്യാനിക്ക് പേരിടുവോ? ഞങ്ങൾ കൺവേർട്ടഡ് നസ്രാണികളാണല്ലോ, ഈ മതം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പേര് കൺവേർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആക്സിഡന്റിൽ മരിച്ചത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നിട്ട് നാട്ടുകാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറയണേ. നാട്ടുകാർ പിന്നെ എന്താ പറയുന്നത്? നീ എന്തോ പട്ടായെ പോയെന്നോ അവിടെ എണ്ണത്തോണിയിൽ മുങ്ങി മരിച്ചുന്നോ അങ്ങനെയൊക്കെയാ കേൾക്കണേ. ഈ നാട്ടുകാർക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്ത ഒരവസരം കിട്ടിയാണ്ടല്ലോ മുട്ടുകാലൊന്ന് കാക്ക പാറിപ്പോയിന്ന് വരെ അവര് പറയും. നിനക്കറിയാലോ, ഒരു നടനാവാൻ വേണ്ടി ആഗ്രഹിച്ച ആളാ ഞാൻ. എന്താണ് ആക്ടിങ്? ആക്ടിങ് ഈസ് എ ബിഹേവിങ് ഫോർ എ ക്യാരക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. എ ഫോർ ആക്ടിങ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിങ്, ഒ ഫോർ ഒബ്സർവേഷൻ, ആർ ഫോർ റിതം. ഏത് താളം. അത്ര വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായതാ. അവസാനം ഇപ്പം എന്തായി? മരിച്ചപ്പോൾ പട്ടായിൽ എണ്ണത്തോണിന് മുങ്ങി മരിച്ചു എന്നായി നാട്ടുകാർ പറയണം. യോഗില്ല. അല്ല, നിന്നെ പറ്റിട്ട് ചില കാര്യങ്ങൾ വെളുത്ത് മാറണുണ്ടല്ലോ. എന്ത് കഥ? അല്ല, നീ മരിച്ചിട്ട് നിന്റെ റൂം വൃത്തിയാക്കിയ വേലക്കാരി ത്രേസ്യാമിക്ക് അവിടെ നിന്ന് മുത്തുച്ചിപ്പിയോ ഫയറോ എന്താ കിട്ടിയെന്നോ, പിന്നെ അതിൽ നീ അണ്ടർലൈൻ ചെയ്ത് ചില വരികൾ എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനൊക്കെ ഒരു മൊത്തത്തിൽ കേൾക്കുന്നു. നോണയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ നീ ആയിരിക്കും അത് ആദ്യം പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. എനിക്ക് നിന്നെ ചെറുപ്പം മുതൽ അറിയാടാ. ഈ പഞ്ചായത്തിൽ നിന്റെ അത്ര വലിയ തള്ളിസ്റ്റ് വേറെ ആരുമില്ല. നീ അപ്പ എന്നെ അങ്ങനെയാ കരുതിക്കണേ? അതെ. എടി, ആത്മാവായ കുറച്ച് നന്ദി വേണം. നീ മരിച്ച് 3-ന്റെ അന്ന് നിന്റെ ഭർത്താവ് നിന്റെ കൂട്ടുകാരനെയും വളച്ച് കല്യാണം കഴിച്ചപ്പോൾ പട്ടി മൂങ്ങുന്ന പോലെ നീ ഇരുന്ന് മൂങ്ങിയില്ലേ കല്ലറയില്? അപ്പൊ ആരുണ്ടായിടി കുന്തിരിക്കും പോയിക്കാൻ? ഞാനല്ലേ ഉണ്ടായുള്ളൂ, അല്ലേ? നിന്റെ തന്ത നിന്റെ ശവപ്പെട്ടിയിൽ വെക്കാൻ വെച്ച പൂവ് വികാരി അച്ഛനെടുത്ത് ഔസേ പിതാവിന്റെ പെട്ടിയിൽ കൊണ്ട് വെച്ചപ്പോ അന്നും നീ മൂങ്ങിയിരുന്നു. അന്നും ആരുണ്ടായേ? ആണല്ലോ. ആ, അണ്ടിയോടടുത്തപ്പോ ഞാൻ ആവാസൻ, നീ കുലസ്ത്രീ. എടാ, എനിക്ക് എല്ലാത്തിനും ചെറുപ്പം തൊട്ട് നീയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ദേഷ്യം വന്നാലും തീർക്കുന്നത് നിന്നോട്, എനിക്ക് സന്തോഷം വന്നാലും ഷെയർ ചെയ്യണത് നിന്റെ അടുത്ത്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയേ, ഓജോ ബോർഡിൽ എൻ്റെ അപ്പുറത്ത് എടുത്ത പിള്ളേർ വിളിച്ചപ്പോ ഞാൻ കൂട്ടിന് ആരെയാ വിളിച്ചേ? നിന്നെയല്ലേ. എന്നിട്ട് കല്യാണം വന്നപ്പോ നീ എന്തെന്നെ കെട്ടാഞ്ഞ്? അത് പറ. എടാ, അത് വേറൊന്നുമല്ല. എടാ, എനിക്ക് പേടിയായിരുന്നു. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല നിനക്ക് എന്നെ അങ്ങനെ ഇഷ്ടമാണോന്ന്. ഇപ്പൊ ഒരു പേടിയില്ലല്ലോ. ഇപ്പൊ എന്ത് പേടിക്കാൻ? നീയും വെട്ടിയില്, ഞാനും വെട്ടിയില്. ഇനി ആരെ പേടിക്കാൻ? എന്ത് പേടിക്കാൻ? ഈ ധൈര്യം അന്ന് നീ കാണിച്ചിരുന്നെങ്കിൽ ആ നാറിയെ കെട്ടേണ്ട വല്ല കാര്യം വരുമായിരുന്നു. ദേ, എന്റെ പിള്ളേരുടെ അച്ഛനെ നാറിന്ന് വിളിക്കരുത്. ആഹാ, മറുകണ്ഠം ചാടിയല്ലോ നീ. ചാടും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ നാറി അല്ല, ആ നല്ലവനായ ഉണ്ണിയെ കളഞ്ഞിട്ട് നീ എന്നെ കെട്ടു. എനിക്കറിയാം നിനക്കതിന് ഉത്തരം ഉണ്ടാവില്ല. അതുപോട്ടെ, ഈ നമ്മളെ വിളിച്ചു വരുത്തിയ നാറുകൾ എന്തേ? എനിക്ക് തോന്നുന്നില്ല ഇനി അവര് വരുന്നു. നമുക്ക് പോയാലും. എടാ, ഇച്ചിരി നേരം കൂടി ഇരിക്കാടാ. നിനക്ക് എന്ത് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനല്ല, പിന്നെ ചോദിക്കാനോ? എന്ത്? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നതിന് മുന്നേ എന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എൻ്റെ കെട്ടവനോടൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇതധികം ചോദിക്കാനൊന്നുമില്ല. നിനക്ക് ആശ്വാസം കിട്ടാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിലോർത്താൽ മതി. എന്താ? നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുന്ന പലർക്കും നമ്മ പ്രിയപ്പെട്ടവരല്ല. അത് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് അറിയും? നമ്മ തട്ടിപ്പോയി കഴിയുമ്പോൾ.
അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ നിനക്ക് പിന്നെ ഇങ്ങനെ ഒരു വിഷമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം. കാരണം ഇനിയും മരിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ഇതുപോലെ സംസാരിക്കാൻ നിന്ന് പിന്നെന്താ അർത്ഥമുള്ളത് ഒന്നിനും? വാ, അവരാരും വരാൻ പോകണമെന്നില്ല. അല്ലെങ്കിൽ ആർക്കും ആരും വേണ്ട. അത് ജീവിച്ചിരുന്നാലും ശരി, നമ്മൾ മരിച്ചാലും ശരി. പോവാ, പോവാടാ.